ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, തൊട്ട് മുമ്പ് പ്രിയങ്കരനായ MP ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മഹത്തായ യാത്രയാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന യാത്രയാണ്. ഓരോ കാലഘട്ടത്തിനും മഹാഗുരുക്കന്മാരുടെ ആവശ്യമുണ്ട്. സമൂഹത്തെ പ്രതിസന്ധി കാലത്ത് ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഞാൻ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും മനോഹരമായ മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യർക്കൊപ്പം എന്ന ഈ മുദ്രാവാക്യമാണ്. ഈ ഒറ്റ വാക്കിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന് പ്രഭാഷണങ്ങളിൽ വിവരിക്കുക വളരെ പ്രയാസമാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഈ മുദ്രാവാക്യത്തെയാണ്. ഒരു വശത്ത് ഭരണകൂടങ്ങൾ പോലും സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള മനഃപൂർവമായ പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയങ്കരനായ ശ്രീ ഷിബു ബേബി ജോൺ മുൻ മന്ത്രി അവർകളടക്കം ഇവിടെയുണ്ട്. നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഭക്ഷണത്തിൻ്റെ പേരിൽ, ഒരാളുടെ നാമധേയത്തിൻ്റെ പേരിൽ, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ വിഭാഗീയതയും വെറുപ്പും വിദ്വേഷവുമെല്ലാം പ്രചരിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് അഭ്യുന്നതനായ AP ഉസ്താദ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, നോക്കൂ, ഈ ദിവസങ്ങളിൽ എത്ര ലക്ഷം ആളുകളാണ് ഒരുമിച്ചിരുന്ന് ഈ മുദ്രാവാക്യത്തെ, ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും കാണുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ. അതാണൊരു ദൗത്യം, അതാണൊരു നിയോഗം. വെറുപ്പിനെതിരായി സ്നേഹത്തിൻ്റെ ഒരു തീർത്ഥയാത്രയാണ് അഭ്യുന്നതനായ ഉസ്താദ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മലയാളിയായ ഒരു പെൺകുട്ടി നിമിഷപ്രിയ, ആ പെൺകുട്ടിയെ വധശിക്ഷക്ക് വിധിച്ചു. ആ ശിക്ഷ നടപ്പിലാക്കാനുള്ള തീയതി തീരുമാനിച്ചു. ആ ശിക്ഷ നടപ്പാക്കാനുള്ള സമയം തീരുമാനിച്ചു. ആ ശിക്ഷ നടപ്പാക്കാൻ വളരെ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ കേരളത്തിലെ എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും പ്രാർത്ഥിച്ചു ദൈവത്തോട്, എങ്ങനെയെങ്കിലും ആ സഹോദരിയുടെ ജീവൻ ഈ അവസാന നിമിഷം ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. എല്ലാ മതത്തിൽപ്പെട്ടവരും പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം ആ നിയോഗമേൽപ്പിച്ചത് അഭിവന്ദ്യനായ കാന്തപുരം AP ഉസ്താദിനെയായിരുന്നു. ദൈവത്തിൻ്റെ നിയോഗമാണ്. ഇതിലിടപെടണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. ആ ആവശ്യത്തെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ നേരത്തെ ബഹുമാന്യനായ ശ്രീ NK പ്രേമചന്ദ്രൻ നമ്മളോട് പറഞ്ഞില്ലേ, അന്തർദേശീയ തലത്തിൽ പോലും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന് അന്തർദേശീയ തലത്തിലുള്ള അംഗീകാരത്തെ, ആദരവിനെ നമ്മുടെ രാജ്യം നേരിട്ട് മനസ്സിലാക്കിയ ഒരു അനുഭവം കൂടിയാണ്. ആ വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടു. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഒരുപാട് നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്, ആത്മീയ ആചാര്യന്മാർ സംസാരിക്കാനുണ്ട്. കൊല്ലത്തിൻ്റെ ഈ പ്രൗഢ പാരമ്പര്യം, ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിലേക്ക് ഈ കേരള യാത്രയെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് മറ്റൊരു അവകാശം കൂടിയുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഖാദിസിയ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ MLA കൂടിയാണ്. അങ്ങനെ ഒരു അധിക അവകാശം കൂടി എനിക്കുണ്ട്. അത്രയും മഹത്തായ ആ ഉസ്താദിൻ്റെ ദർശനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ആയിരക്കണക്കാകുന്ന ആത്മീയ മേഖലയിലേക്ക് ഒരു തലമുറയെ സൃഷ്ടിച്ചു വിടുന്ന ഒരു മഹാസ്ഥാപനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൂടി ഈ യാത്രയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.